എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും മുംബൈയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് മുംബൈയിലെ സീയുടെ സൈഡിലൂടെയുള്ള ഒരു കോസ്റ്റൽ റോഡിലൂടെയാണ്, അതായത് അണ്ടർഗ്രൗണ്ട് റോഡാണ്. ഇപ്പം ഇതിലൂടെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ മുംബൈയിൽ വന്നിട്ട് കുറേ നാളായി. 3 കിലോമീറ്റർ കടലിൻ്റെ അടിയിലുള്ള ടണലാണ് ഇത്. അതിലേക്കൂടെയൊക്കെ നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ടേ. ഞാനിപ്പോൾ പറഞ്ഞത് കടലിൻ്റെ അടിയിലൂടെയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കടലിൻ്റെ അടിയിലൂടെയല്ല, കടലിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ടണലാണിത്. അതായത് 3 കിലോമീറ്റർ തന്നെയുണ്ട്. കോസ്റ്റൽ റോഡെന്നാണ് ഈ റോഡിന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ വന്നിട്ട് കുറേ നാളായി. ഈ റോഡിലൂടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത്. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഇത് പണി നടക്കുന്നതേ ഉള്ളായിരുന്നു. പണിത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുംബൈയിൽ വരുന്ന ആദ്യമായിട്ടാണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു ഗണപതിയുടെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. മുംബൈയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. സിദ്ധി വിനായക് ടെമ്പിൾ എന്ന് പറയും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗണപതിയുടെ അമ്പലമാണ്. മുംബൈയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഈ അമ്പലത്തിനെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. ഇതിനകത്തൂടെ പോകുമ്പോഴത്തേനുണ്ടല്ലോ നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ വെളിയിലേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ റോഡ് തീരാറായി. ഇനി നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള റോഡിലേക്ക് കയറുവാണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുമ്പേ കാണണേ എന്തുമാത്രം മാറ്റങ്ങളാണ് വന്നതെന്നറിയാമോ? എന്തുമാത്രം ഫ്ലൈ ഓവറുകളാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടലിൻ്റെ നടുക്കൂടെയും ഒക്കെ ഫ്ലൈ ഓവർ ഉണ്ടാക്കി ഇട്ടേക്കുവാണ്. മുംബൈ പഴയ മുംബൈയൊന്നും അല്ല ഇപ്പോൾ കാണണമെന്ന്. നമുക്ക് ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത് വളരെ പുരോഗമനമാണ് മുംബൈക്ക് വന്നേക്കുന്നത് ഇപ്പം. ഈ ഫ്ലൈ ഓവറൊക്കെ വന്നപ്പോഴത്തേന് സാധാരണക്കാർ, അതായത് റോഡ് മാർഗം പോകുന്ന സാധാരണക്കാർ എല്ലാവരുടെയും യാത്ര ദൂരം കുറഞ്ഞ് കിട്ടി. അതായത് പിന്നെ കുറച്ച് തിരക്കും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെയൊക്കെ പോകുമ്പോഴത്തേന് എന്തുമാത്രം ട്രാഫിക്കാന്ന് പറയുമ്പോൾ ഈ കാണുന്നതാണ് ഹാജി അലി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളോട് ഞങ്ങളുടെ ഡ്രൈവർ പറയുമായിരുന്നു, ഇപ്പോൾ ഈ ഇങ്ങനെ കണ്ട ആൾക്കാർ നടന്നു പോകുന്നത് എന്ത് തിരക്കാന്ന് നോക്കൂ. ആ ആൾക്കാർ നടന്നു പോകുന്നത് മൊത്തവും ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് വെള്ളം കയറി ആ ഒരു പാലം കാണാൻ പറ്റാതെയാവുമെന്ന്. ഞങ്ങൾ നേരത്തെയും പോയിട്ടുണ്ട് ഹാജി അലിയിൽ, കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും പോകുന്നില്ല. വെളിയിലിറങ്ങാൻ പറ്റാത്ത ചൂടാണ്. അദ്ദേഹം ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, അതും കടലിൻ്റെ നടുക്കൂടെയും കടലിൻ്റെ മേലൂടെയൊക്കെ. ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, കടലിൻ്റെ നടുക്കൂടെ തന്നെയുള്ള ഒരു അടൽ സേതു എന്ന് പറയുന്ന ബ്രിഡ്ജ്. എന്താ റോഡ്, അതായത് കര സ്ഥലത്തൊന്നും റോഡുണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കടലിൻ്റെ നടുക്കൂടെ വരെ റോഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മളൊരു ഫ്ലൈ ഓവറുകളിൻ്റെ അടി കൂടെ പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫ്ലൈ ഓവറുകളാണ്. എനിക്ക് തോന്നുന്നുണ്ട് നാട്ടിലും എറണാകുളത്തും കൊച്ചിയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇതേ സ്ഥിതിയാണ്. ഞങ്ങളങ്ങനെ എറണാകുളം കൊച്ചിയിലോട്ടൊന്നും അധികം പോവാറില്ല. ഞങ്ങളെ സ്ഥലം കൊല്ലമാണ്. അതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ മാത്രമേ ആ സ്ഥലം കണ്ടിട്ടുള്ളൂ. ഇതാണ് ആ അമ്പലം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിദ്ധി വിനായക ക്ഷേത്രം. അത് ഈ അമ്പലമാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആര് മുംബൈയിൽ വന്നാൽ ഈ അമ്പലത്തിൽ വന്നിട്ടാണ് പോകുന്നത്. അത് ഈ അമ്പലം അറിയാവുന്ന ആൾക്കാർ. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടതാണ് മെയിൻ പ്രതിഷ്ഠ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുതിട്ടൊക്കെ വെളിയിലിറങ്ങി. എല്ലാ സ്ഥലത്തും അമ്പലങ്ങളിലെല്ലാം ബിസിനസ്സാണ്. എങ്ങനെയാണെന്നറിയാമോ? നോർമലായിട്ടുള്ള ലൈനിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ 5-6 മണിക്കൂർ നിൽക്കേണ്ടി വരും. ഷോർട്ട് കട്ടായിട്ട് കയറുകയെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുത്ത്, ഒരാൾക്ക് 100 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് അധിക ദൂരം ലൈനിൽ നിൽക്കേണ്ടി വരത്തില്ല. എന്നാലും കുറച്ച് സമയം ലൈനിൽ നിന്നു. ഞങ്ങളങ്ങനെ 100 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് തൊഴുതത്. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമില്ല, പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് ഇത് ഇവിടുത്തെ പ്രസാദമാണ്. ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ഇഷ്ടപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ലഡുവാണ്. അപ്പം നമ്മൾ ഈ ഗണപതി 10 ദിവസത്തെ ഉത്സവം ഉണ്ടല്ലോ, അന്നേരമൊക്കെ മോദകവും ലഡുവും ഉണ്ടാക്കുന്നത്. ഇത് മോദകത്തിൻ്റെ ഷേപ്പിലാണ് ഈ ലഡു ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം അലകലക, അതായത് വേറെ വേറെ ഫ്ലേവറിലും ടേസ്റ്റിലുമുള്ള ലഡുവാണ്. പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം അവിടെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേന് മേടിച്ചുകൊണ്ട് പോകുന്ന മാലയും അതും ഇതൊക്കെ. ഈ ഇട്ടിരിക്കുന്നതല്ല, ഈ തൂക്കിയിട്ടേക്കുന്നത് അതൊക്കെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ധനുഷിന് ഒരു കീ ചെയിൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് തപ്പുവാണ്. നമ്മളിങ്ങനെ കീ ചെയിൻ
ചെയിൻ മേടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേന് ആകെപ്പാടെ കൺഫ്യൂഷനായി. ഏത് മേടിക്കണോ എന്നുള്ള കൺഫ്യൂഷനായി. കാരണം അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു. ധനുഷിന് വളരെ കൺഫ്യൂഷൻ ആകുമായിരുന്നു. ഞങ്ങളാദ്യം ധനുഷിനോട് പറഞ്ഞു, മോനെ നിനക്ക് ഏതാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറഞ്ഞു. അവന് കൺഫ്യൂഷനായി. പിന്നെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെടുക്കടാ അതെടുക്ക് ഇത് പറഞ്ഞു. ലാസ്റ്റിൽ 2 എണ്ണം എടുത്തു. ഒരു മണിയുടെയും പിന്നെ ഒരു ഗണപതിയുടെയും ഉള്ള ഒരു കീ ചെയിൻ എടുത്തു. അങ്ങനെ കീ ചെയിൻ തിരയുന്നതിൻ്റെ തിരക്കിലാണ് ഞാനും ധനുഷും. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൽ വന്നേക്കുക. ഈ അമ്പലത്തിൽ ഗണപതിയുടെ ഒരു അമ്പലത്തിൽ വന്നേക്കുന്നതാണ്. സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ബോംബെയിലുള്ള അവിടെ വന്നതാ. കാണുന്ന അമ്പലം എവിടെ ഇതല്ലേ, അത് അമ്പലത്തിൽ തൊഴുതു. പ്രസാദം എത്ര വലിയ ബിൽഡിങ്ങുകളാണ്. നമ്മളെ കണ്ണൂരിൽ എത്തുന്നില്ല മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ണപ്പാ ഇപ്പം അംബാനിയുടെ ബിൽഡിംഗ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് തിരിച്ച് പോയപ്പോഴത്തേനാണ് അംബാനിയുടെ വീട് കാണുന്നത്. ഈ വലിയ ഒരു ബിൽഡിങ് കാണുന്നില്ലേ, അതാണ് അംബാനിയുടെ വീട്. ഇവിടെ നിന്നിട്ട് നന്നായിട്ട് ഞാൻ കൈ ചൂണ്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഒരു പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ അംബാനിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. അവിടേക്ക് ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. എന്നാലും ഞങ്ങൾ നേരത്തെ പോയപ്പോഴത്തേനും അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ടൊന്നും ചെയ്തില്ലായിരുന്നു. എന്നിട്ട് ഈ കാണുന്നതാണ് അംബാനിയുടെ വീട്. ആൻറ്റില എന്ന ഈ വീടിൻ്റെ പേര്. ഈ വലിയ ബിൽഡിങ് വന്ന് അതങ്ങ് മറഞ്ഞുപോയി. പൊക്കത്തിൽ നിൽക്കുന്ന കോൺക്രീറ്റ്, സത്യമാണ് പറയുന്നത്, കോൺക്രീറ്റ് കാട് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ പച്ചപ്പും കാണുന്നുണ്ട്, തെങ്ങും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ നോക്ക്, ഇവിടെ കോൺക്രീറ്റ് കാട് തന്നെ. അതുകൊണ്ടാണ് എന്താ ചൂടെന്നറിയാമോ, ഞങ്ങൾക്ക് ലോണാവാലയിൽ ഞങ്ങൾക്ക് അധികം ചൂടില്ല, വളരെ നല്ല ക്ലൈമറ്റാണ്. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ചൂടടിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുംബൈയിലെ ചൂടൊന്നും സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവർക്ക് കുഴപ്പമുണ്ടാവില്ല. നമ്മൾ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. നമ്മളില്ലേ എ സി റൂമിൽ ഇരുന്നിട്ടും ഒക്കെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും, അതേ ഒരു ഫീലിങ്സാണ് നമുക്ക്. നമ്മുടെ ലോണാവാല എന്ന് പറയുന്നത് എ സിക്ക് സമാനമാണ്. അതായത് അധികം ചൂടില്ല. ഇവിടെ വരുമ്പോഴത്തേനില്ല, ഇങ്ങനെ ചുട്ടുപൊള്ളുന്ന ചൂടും. അങ്ങനെ വീണ്ടും നമ്മൾ ആ കോസ്റ്റൽ റോഡിൽ കയറി. അപ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോഴത്തേന് പെട്ടെന്ന് എത്തുകയും ചെയ്യുക, അധികം ട്രാഫിക് ജാമും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഓഫീസ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ റോഡിൽ നല്ല ട്രാഫിക് ജാമായിരിക്കും. എങ്ങനെയായാലും റോഡിൽ ട്രാഫിക് ജാമും ഉണ്ടാവും. മുമ്പേ അല്ലേ സ്ഥലം. പക്ഷേ ഈ ഒരു റോഡിൽ അധികം തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഈ റോഡ് തിരഞ്ഞെടുത്തത്. അപ്പം ഈ റോഡിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞു തരുമായിരുന്നു ഏട്ടന് ഇവിടെയൊക്കെ നല്ലതുപോലെ അറിയാം ഈ സ്ഥലങ്ങളെല്ലാം. കാരണം ഏട്ടന് കുറേ വർഷങ്ങളായില്ലേ ഇവിടെ. എനിക്ക് അധികം ഒന്നും ബോംബെയെക്കുറിച്ച് അധികം വലിയ അറിവൊന്നുമില്ല. കാരണം ഞാനങ്ങനെ ബോംബെയിലോട്ടൊന്നും അധികം വരാറില്ല. പൂനെയിൽ പിന്നെയും പോകാറൊക്കെ ഉണ്ട്. പൂനെയിൽ ഒരുപാട് പ്രാവശ്യം ഒറ്റയ്ക്കും അല്ലാതെയൊക്കെ പൂനെയിൽ പോകും. അതുകൊണ്ട് പൂനെ ഒരുമാതിരിയൊക്കെ അറിയാം. ബോംബെയിലെ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ആ റോഡ് ഇവിടെ തീർന്നു. നമ്മളിനി നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിനി ലോണാവാലയ്ക്ക് പോവുകയാണ്. ലോണാവാലയ്ക്കും കാറിൽ തന്നെ പോകുന്നത്. ഇങ്ങോട്ട് കാറിലല്ലേ വന്നേ, അപ്പോൾ അങ്ങോട്ടും കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച്. അതല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ട്രെയിനിലെങ്ങും പോകാൻ പറ്റത്തില്ല. CST എത്തി. അത് ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് പോകേണ്ടത്. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിൽഡിംഗ് ആണെന്ന്, അതായത് ന്യൂസ് പേപ്പറിൻ്റെ ബിൽഡിങ്. ഇതാന്ന് തോന്നുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ബിൽഡിങ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഒരു റെഡ് കളറിൽ കണ്ട ആ ബിൽഡിങ്ങാണ് ഇത്. അതിൻ്റെ അടുത്ത് തന്നെ CST. ഇതിലേക്കൂടെ തന്നെ റോഡ് മാർഗവും നമ്മൾ പോകുന്നത്. ട്രെയിൻ മാർഗ്ഗമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ട്രെയിൻ പിടിച്ച് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞത് ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാതൊന്നും പോകാൻ പറ്റത്തില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ സീറ്റ് കിട്ടത്തില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ലോണാവാല വരെ നിൽക്കേണ്ടി വരും. പിന്നെ നമ്മളങ്ങനെ ജനറൽ
കമ്പാർട്ട്മെൻറ്റിലൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ല. അതിനത് ഭയങ്കര തിരക്കായിരിക്കും. നമ്മളെ കൊണ്ടൊന്നും യാത്ര ചെയ്യാനേ പറ്റില്ല. ഞാനങ്ങനെ അത് വലിയ കാര്യത്തിൽ അത് കാണാൻ പറഞ്ഞിട്ട് അവിടെ വന്ന് ഇങ്ങനെ ട്രാഫിക് ജാം സിഗ്നലായിരുന്നേ. അപ്പോൾ അവിടെ അങ്ങനെ നിന്നപ്പോഴത്തേനും ഒരു ടെമ്പോ കൊണ്ടുവന്ന് അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കാണാനേ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കുറച്ച് കണ്ടതൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. നോക്കൂ, ഒരു ടെമ്പോ കൊണ്ടിട്ടേക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലമായത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സിനിമയിലൊക്കെയാണ് നമ്മളിവിടെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇപ്പം നേരിട്ട് കാണുമ്പോഴത്തേന് വല്ലാത്തൊരു അനുഭവമാണ്. കണ്ടാലും മതി വരില്ല. നമുക്കങ്ങനെ നിന്ന് ആസ്വദിച്ച് കാണാനായിട്ടുള്ള സമയമില്ല. നമുക്ക് നമ്മുടെ ജോലിക്കായിട്ട് പെട്ടെന്ന് പോകണ്ടേ. എല്ലാവരുടെയും അങ്ങനെയാണ്. ഭയങ്കര ബിസി ലൈഫാണ് മുമ്പേ. അറിയാലോ എല്ലാവർക്കും. ആരും ഇങ്ങനെ നിന്ന് ആസ്വദിച്ച് അങ്ങനെയൊന്നും അധികം ആൾക്കാരൊന്നും നിൽക്കാറില്ല. പിന്നെ ഇത് കാണാനായിട്ട് വരുന്നവരൊക്കെ നിൽക്കും. ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോവാണ്. സിഗ്നൽ അവിടെ വന്നപ്പോഴത്തേനും അവിടെ നിന്ന് എൻ്റെ മുടി കണ്ടോ ഇങ്ങനെ പാറി പറന്ന് കിടക്കുവാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. വീണ്ടും നമ്മൾ ആ അടൽ സേതു ബ്രിഡ്ജിൽ കയറി. ഇത് അടൽ സേതു ബ്രിഡ്ജാണ്. അപ്പോൾ ധനുഷ് ഓരോരോ കമൻറ്റുകൾ പറയുമായിരുന്നു എൻ്റെ മുടി അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോഴത്തേനും നമ്മുടെ യാത്രാ ദൂരവും കുറച്ച് സമയവും കുറച്ച് കിട്ടും. അപ്പോൾ അതേ കണക്ക് തന്നെ ട്രാഫിക് ജാമും ഇല്ല. നോക്കൂ, എൻ്റെ മുടി ഇങ്ങനെ പറന്ന് കിടക്കുന്നത്. അതിൻ്റെ ധനുഷ് പറയായിരുന്നു, അമ്മ ആ മുടി ഇങ്ങനെ കിടക്കുന്ന ഒരു രസമില്ല, അമ്മ മുടി നേരെ വെക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ച് വെച്ച് തരുമായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും ക്ലിയർ ആവുന്നില്ല. ഭയങ്കര കാറ്റ്. അത് എന്നെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ ഭയങ്കര കാറ്റാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുംബൈയിലെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇന്നലെ മെനിങ്ങാന്നും ഒക്കെ മുംബൈയിലെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചു എന്നറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് കൂടി നമ്മുടെ മുംബൈ യാത്ര അവസാനിപ്പിക്കുവാണ്. നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി നാളെ മുതൽ വരുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ജീവിതത്തിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തുവാന്നോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. എന്ത് ഞാൻ പറയുന്നതെന്ന് അറിയാമോ? ഭയങ്കര ചൂടെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂടെന്ന്. കടലിൻ്റെ അടി കൂടെ കോസ്റ്റൽ റോഡ്. അവിടുത്തെ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചുകൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ചത്. എന്തൊരു കാറ്റായിരുന്നെന്നറിയാമോ? അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ പറക്കുന്നത്. ആ സൗണ്ട് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രമാത്രം കാറ്റും അതേ കണക്ക് തന്നെ ചൂടുവാണെന്നുള്ളത്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായി. അത് എന്നെ കണ്ടു കഴിഞ്ഞാലേ അറിയാം. എൻ്റെ കോലം കണ്ടില്ലേ? ഒത്തിരി ക്ഷീണിച്ചു. കാരണം നമുക്ക് ഇവിടുത്തെ ചൂടങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ല, പുറത്തല്ലേ നമ്മൾ കുറച്ച് നേരത്തിന് മാത്രം വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പം വരില്ല. നമ്മളെപ്പോഴും പുറത്തല്ലേ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നമ്മൾ ആ അടൽ സേതു ബ്രിഡ്ജിനെ കടന്ന് പോവുകയാണ്. എല്ലാവരും അടൽ സേതു ബ്രിഡ്ജൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.